ഹലോ ഹാപ്പി ന്യൂ ഇയർ. അങ്ങനെ ഈ വർഷത്തെ 2025 നമ്മുടെ ആദ്യത്തെ വ്ളോഗാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം നമുക്കൊരു ന്യൂ ഇയർ പറഞ്ഞിട്ട് തുടങ്ങാം. എല്ലാവർക്കും എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ന്യൂ ഇയർ ഈവും ന്യൂ ഇയർ സെലിബ്രേഷനും വെക്കേഷനും അങ്ങനെ എല്ലാം അടിപൊളിയായി എന്ന് വിചാരിക്കുന്നു. ഞങ്ങളും ദേ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ ഇന്നും ഷോർട്സ് ഇടാറുണ്ട്, അപ്ഡേറ്റ്സ് തരാറുണ്ട്. പക്ഷെ എല്ലാവരും പറഞ്ഞു ഇനി ഷോർട്സ് സ്വീകരിക്കുന്നതല്ല, കുറേ ദിവസമായാലും നമ്മുടെ ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട് എന്നുള്ളത്. അപ്പോൾ ന്യൂ ഇയർ ആയിട്ട് ഇന്ന് അങ്ങോട്ട് ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. ന്യൂ ഇയർ ആയിട്ട് എന്ന് പറഞ്ഞാൽ 2025 ആദ്യത്തെ ലോങ് വീഡിയോ. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന പോലെ അച്ഛനും അമ്മയും ഗീതും എല്ലാവരും ഒരു 2 വീക്സ് ക്രിസ്മസ് വെക്കേഷനായിട്ട് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ഒരു തിരക്കും ബഹളവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നതുകൊണ്ടാണ് ലോങ് വീഡിയോസ് എടുക്കാത്തത്. പക്ഷേ എല്ലാം ഞാൻ ഷോർട്സ് ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ആക്ച്വലി ന്യൂ ഇയർ പോലും ഞാനൊരു വ്ളോഗായിട്ട് എടുക്കണം എന്നൊക്കെ വിചാരിച്ച്, പക്ഷേ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അത് പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇത് ന്യൂ ഇയറിൻ്റെ അന്നാണ്. ന്യൂ ഇയറിൻ്റെ അന്ന് തന്നെയാണ് രംഷേട്ടൻ്റെ ബർത്ത്ഡേ എന്ന് എല്ലാവർക്കും അറിയാം, ഡേറ്റ് ഓഫ് ബർത്ത്. സോ ഇത് Jan 1 നമ്മൾ രാവിലെ തന്നെ ഒന്ന് കറങ്ങാൻ പോയി. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് കോപ്പർ ചിമ്മിനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് നമുക്ക് ഫുഡൊക്കെ കഴിച്ച് സീവുഡ്സ് മോളിലാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത്. അവിടെ ആകുമ്പോൾ കുട്ടികൾക്ക് കുറേ കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് നേരെ പ്രശാന്ത് കോർണറിലേക്ക് വന്നു. എല്ലാ സ്ഥലത്തും ന്യൂ ഇയറിൻ്റെയും ക്രിസ്മസിൻ്റെയും എല്ലാമായിട്ട് ദിവാലി അങ്ങോട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുത്ത ആഘോഷം ഇതേ കഴിഞ്ഞു. കുട്ടിക്കലാശമാണ്, എല്ലാവർക്കും അറിയാലോ. ഇനിയിപ്പോൾ ഒരു ഹോളിയേ ഉള്ളൂ. പക്ഷേ അത് ഒരു ദിവസത്തെ പരിപാടിയല്ല. മറ്റേതൊക്കെ കുറേ ദിവസങ്ങളായിട്ട് ഗണപതി ആയാലും ദിവാലി ആയാലും ക്രിസ്മസ് ആയാലൊക്കെ അറിയാലോ, ഇവിടെ കുറേ ദിവസങ്ങളുടെ ആഘോഷമാണ്. ഹോളിക്കില്ല. ഇനിയിപ്പോൾ നമ്മൾ കാത്തിരിക്കുന്നത് അടുത്ത ഗണപതിക്കാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ ഒരു ന്യൂ ഇയറോട് കൂടി നമ്മുടെ ആ ഒരു മുംബൈ വൈബിൻ്റെ ഒരു ചെറിയൊരു വല്ലാതുള്ളൊരു 6 months നീണ്ടു നിൽക്കുന്ന വൈബ് ഒന്ന് അവസാനിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ രംഷേട്ടൻ January 1 മുതൽ ഷുഗർ കട്ടിങ്ങാണ്, നോ ഷുഗർ. പിറന്നാളിൻ്റെ അന്ന് മുതൽ 31 ഈവനിങ് വരെ കഴിച്ചു. ഞാനാണെങ്കിൽ ഒരു 4-5 ദിവസം കൂടെ കഴിക്കാമെന്ന് വെച്ചാൽ എല്ലാവരും ഇപ്പോൾ ഈ 1 ഇട്ട് തള്ളിക്കയറ്റാണ് റെസൊല്യൂഷൻ്റെ. ഞാനൊരു 10 ദിവസം കഴിഞ്ഞിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ എല്ലാവരും കൂടെ അങ്ങോട്ട് ഒരുമിച്ച് തുടങ്ങണ്ടെന്ന് വിചാരിച്ചാൽ മാക്സിമം അടിച്ച് കയറ്റാണ് കേട്ടോ. ഇനിയുള്ളതെല്ലാം റീൽസ് പോലെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒന്ന് ക്ഷമിക്കണം, കാരണം ഞാൻ ഷോർട്സ് ആയിട്ട് ഇടാം. എനിക്ക് അറിയായിരുന്നു ഫുൾ ലെങ്ത് വീഡിയോ ഇടാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളത്, അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്തു. പക്ഷെ നിങ്ങളെല്ലാവരും വ്ളോഗ് ചോദിച്ചതുകൊണ്ട് ഞാനത് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കണമെന്നേ ഉള്ളൂ കേട്ടോ. കുഴപ്പമില്ല എന്ന് വിചാരിക്കണം. അപ്പോൾ ഇത് ന്യൂ ഇയറിൻ്റെ തലേ ദിവസം 31 കേട്ടോ നമ്മൾ കാണിക്കുന്നത്. വേറൊന്നുമല്ല, ഞാൻ ഷോർട്സിലിട്ട പോലെ രംഷേട്ടന് ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാൻ. എൻ്റെ സർപ്രൈസുകളൊക്കെ പൊളിഞ്ഞ് പാപ്പരാവാറുള്ളതാണ്. ഫസ്റ്റ് ടൈമാണ് ഞാനൊരു സർപ്രൈസ് രംഷേട്ടൻ ഒട്ടും അറിയാത്ത എല്ലാവിധ സംഭവങ്ങളും പൂട്ടിക്കെട്ടിയിട്ട് പോണത്. അപ്പോൾ എനിക്കൊരു വാച്ച് കൊടുക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അതും ഒരു ബ്രാൻഡഡ് വാച്ച് കൊടുക്കണം എന്നുള്ളത്. രംഷേട്ടൻ ഈ വാച്ചിൻ്റെയൊക്കെ ആരാധകനാണെങ്കിൽ പോലും കൂടുതൽ ഇങ്ങനെ ഐഫോൺ പോലെയുള്ള അങ്ങനത്തെ വാച്ചില്ലേ, സ്മാർട്ട് വാച്ചാണ് കൂടുതൽ ഇഷ്ടം. പക്ഷേ എനിക്ക് ഈ സ്മാർട്ട് വാച്ചിനേക്കാളും ഇത് എന്നും ക്ലാസിക്കായിട്ട് നിൽക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട്, പിന്നെ ആളാണെങ്കിൽ എക്സ്പെൻസീവ് വാച്ചുകളൊന്നും അങ്ങനെ വാങ്ങൂല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ വാങ്ങിയാലേ വല്ലതൊക്കെ നടക്കുള്ളൂ എന്ന് വിചാരിച്ച് ജയനും ഉണ്ടായിരുന്നു. അപ്പോൾ ജയനാകുമ്പോൾ കുറച്ചും കൂടെ അറിയാം ഏതാണ് ബ്രാൻഡ്. അപ്പോൾ സീക്കോ സിറ്റിസൺ പിന്നെ എൻ്റെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്നതും കൂടെ ആവണം എന്നുള്ളതുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് തൽക്കാലം ഈ ഒരു റേഞ്ചിലുള്ളത് പിടിച്ചത്. ഭാവിയിൽ നമുക്ക് റോളക്സും റാഡൊക്കെ കൊടുക്കാമല്ലേ. അപ്പോൾ തൽക്കാലം എനിക്ക് സീക്കോൻ്റെ ഈ ഒരു വാച്ച് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. സ്ട്രാപ്പ് വാച്ചാണ് ഇഷ്ടപ്പെട്ടത്. അത് ഉറപ്പായിട്ടും മാറ്റേണ്ടി വരും എന്ന് വിചാരിച്ച പോലെ തന്നെ ഇതിൻ്റെ സ്ട്രാപ്പാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. സ്ട്രാപ്പ് രംഷേട്ടൻ വന്നിട്ട് ഇത് മാറ്റിയിട്ടോ, ഇതിൻ്റെ വേറൊരു വേർഷനാണ് എടുത്തിട്ടുണ്ടായിരുന്നു. ഓപ്പൺ ഹാർട്ടാണ് എടുത്ത്. ഞാൻ കൊടുത്ത ഗിഫ്റ്റെല്ലാം വന്ന് റിട്ടേൺ ചെയ്യാണ്ട് വന്നു. എനിക്കറിയായിരുന്നു, അവരുടെ അടുത്ത് പറഞ്ഞിട്ടാണ് പോണത്. January 1 തന്നെ നമ്മൾ സീവുഡ്സ് മോളിൽ കണ്ടല്ലോ, അന്ന് തന്നെ നമ്മൾ വാങ്ങിയിട്ട് ഇത് വന്ന് മാറ്റി സ്ട്രാപ്പ് എടുത്ത് ഓപ്പൺ ഹാർട്ടാക്കിയിട്ടുള്ള ഒരു വാച്ചാണ് പിന്നെ വന്ന് വാങ്ങിയത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഗീതുവിൻ്റെയും ജയൻ്റെയും ഗിഫ്റ്റ് പറഞ്ഞിട്ട് നമ്മൾ സൂപ്പർ ഡ്രൈയിലാണ് പോയത്. രംഷേട്ടൻ്റെ ഫേവറേറ്റ് ബ്രാൻഡുകളിലൊന്നാണ് ടീഷർട്ട്സിൻ്റെ സൂപ്പർ ഡ്രൈ കേട്ടോ. അപ്പോൾ അവിടെ ഷർട്ട്സ് ഒന്നും അങ്ങനെ നമ്മുടെ ഫോമൽ ടൈപ്പ് ഷർട്ട്സ് ഒന്നുമല്ല, കാഷ്വൽ ഷർട്ട്സ് അല്ല. അപ്പോൾ പിന്നെ അത് വെറുതെ വാങ്ങിയില്ല, ടീഷർട്ട് ടൈപ്പ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രംഷേട്ടന് ഓഫീസിലേക്ക് എന്തായാലും ടീഷർട്ടും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റില്ല. അപ്പോൾ പുറത്തേക്ക് പോകുന്ന ടൈപ്പിലുള്ള ഒരു നോർമൽ സിമ്പിൾ അപ്പോൾ അങ്ങനെ അത് വാങ്ങിച്ചു. ഒരു നേവി ബ്ലൂ, ആളുടെ ഫേവറേറ്റ് കളർ എപ്പോഴും ബ്ലൂ, ബ്ലാക്ക്, ഗ്രേ ആ ഷെയ്ഡ്സിലുള്ളതാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ പിന്നെ അതാണ് വാങ്ങിച്ചത്. അവിടെ ലേഡീസിൻ്റെയും നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ചുമ്മാ ഞാനെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ എല്ലായിടത്തും പോയി നടന്ന് ഇങ്ങനെ നോക്കി. പക്ഷെ നല്ല അടിപൊളി കളക്ഷൻസ്, ന്യൂ ഇയർ സ്പെഷ്യൽ കുറേ ഉണ്ട്. ഇങ്ങനെ ന്യൂ ഇയർ പാർട്ടിക്കൊക്കെ പോകാൻ പറ്റുന്ന കുറേ കളക്ഷൻസ് കണ്ടു.
അങ്ങനെ അത് വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഞാനും ഗീതും കൂടെ മാംഗോൻ്റെ ഷോപ്പിൽ പോയി. മാംഗോയിൽ കുറച്ച് നല്ല കളക്ഷൻസൊക്കെ വന്നിട്ടുണ്ട്. എല്ലാം നല്ല അടിപൊളി കളക്ഷൻസ് ആട്ടോ. പക്ഷേ ഈ ഫുഡ് മാർക്കറ്റിലും ബാൻഡ്രയിലൊക്കെ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് സാധനം അതേപോലെ ഇറങ്ങുന്നുണ്ട്. ക്വാളിറ്റി ഓൾവേസ് വ്യത്യാസം ഉണ്ടായിരിക്കും. പക്ഷേ എന്നാലും തൽക്കാലം നമുക്കൊരു എന്താ പറയുക, തൽക്കാലത്തേക്ക് ബാൻഡറൊക്കെ ഉള്ളതുകൊണ്ട് അത് മതി എന്നുള്ളത് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ സെഫോറയിൽ പോയി. സെഫോറയിൽ ഒരു ലിപ്സ്റ്റിക്ക് വാങ്ങണം എന്ന് വിചാരിച്ചിട്ട്, അത് പക്ഷേ അവിടെ ഷൂട്ട് ചെയ്യാത്തതുകൊണ്ടാണ് കേട്ടോ വീഡിയോ എടുക്കാത്തത്. അവർ ഷൂട്ട് ചെയ്യാനേ സമ്മതിച്ചില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് എടുത്തപ്പോഴേക്കും അവിടെ നിന്ന് ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ അങ്ങനെ അതൊക്കെ ഗിഫ്റ്റിൻ്റെ ഒക്കെ പരിപാടി കഴിഞ്ഞു. രാത്രിയായപ്പോൾ നമ്മൾ ഫുഡ് പുറത്തുനിന്നാണ് വാങ്ങാൻ ഉദ്ദേശിച്ചത്. വെറുതെ ഒരു 31-ാം തീയതി ഈവനിങ്ങിൽ കംപ്ലീറ്റ് ഇരുന്ന് ഭക്ഷണം ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചു. പുറത്ത് പോയിട്ട് ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് അങ്ങനെ ഓർഡർ ചെയ്ത്. കേക്ക് രമേശേട്ടൻ്റെ ബർത്ത്ഡേ, എപ്പോഴും ന്യൂ ഇയറിൻ്റെ കേക്ക് കട്ടിങ് അല്ല ഇവിടെ ഉണ്ടാവുക, ബർത്ത്ഡേയുടെ കേക്ക് കട്ടിങ് ആകും. രണ്ടും കൂടിയിട്ടുള്ളതായിരിക്കും. അപ്പോൾ ഇത് ബേക്കറി നേഷൻ എപ്പോഴും കാണിക്കാറില്ല നമ്മുടെ അവിടെ ഉള്ളത്. ഗീതുവിന് ജനക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ. നല്ല പേസ്ട്രി, ഒരു ഫ്രഞ്ച് കഫേ പോലെയാണത്. നല്ല മാക്രോൺസും അതുപോലെ തന്നെ പേസ്ട്രീസും ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഈവനിങ് ഇങ്ങനെ ഇറങ്ങണം നല്ല രസമല്ലേ. അതിനുശേഷം ഞങ്ങളിതേ വീട്ടിലെത്തി. ഞാൻ പറഞ്ഞ പോലെ എല്ലാതും ഓർഡർ ചെയ്യുക. ചിലതൊക്കെ നമ്മൾ സ്വിഗ്ഗിയിൽ നിന്ന് ഓർഡർ ചെയ്തു. ബാക്കറി പോലെയുള്ള മഹാരാഷ്ട്രീയൻ ഇത് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രോപ്പർ ബാക്കറി, മാൽവാനി ഫുഡുകളൊക്കെയാണ് നമ്മൾ മെയിൻ കോഴ്സായിട്ട് ഓർഡർ ചെയ്തത്. ചിക്കനും ഫിഷും ആയിട്ട് സ്റ്റാർട്ടേഴ്സ് കുറേ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് ലോലിപോപ്പും എനിക്ക് കുട്ടനൊക്കെ ലോലിപോപ്പാണ് ഇഷ്ടം. അങ്ങനെ നമ്മൾ നമ്മുടെ ന്യൂ ഇയർ ഈവനിങ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇപ്രാവശ്യം എല്ലാവരും, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി അടിച്ചു പൊളിച്ച ന്യൂ ഇയർ വ്ളോഗ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അന്നും ബ്ലാക്ക് തന്നെയായിരുന്നു തീം, ഇന്നും ബ്ലാക്ക് തന്നെയാണ് തീം. പക്ഷേ ആരും ഇട്ടില്ല. ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുക്കണം വിചാരിച്ചു. ഞാൻ ബ്ലാക്ക് ഇട്ടു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു ന്യൂ ഇയറൊക്കെ 12 മണിയൊക്കെ ആവാറാകുമ്പോൾ പിന്നെ ഗംഭീര ഡാൻസും എല്ലാവരും കൂടിയിട്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ എന്നും ഓർമ്മിക്കാനുള്ള, എനിക്ക് ഓർമ്മയുണ്ട് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ഞാനും രമേശേട്ടനും ഗീതും അച്ഛനും അമ്മയും ഞങ്ങൾ മാത്രമായിട്ട്, അന്ന് ഗീതുവിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല, കുട്ടികളൊന്നും ഉണ്ടായിട്ടില്ല. അന്ന് നല്ല ഓർമ്മയുള്ള മെമ്മറിയുള്ള ഒരു ഈവനിങ് ആയിരുന്നു. അന്ന് ഞങ്ങൾ വ്ളോഗില്ലല്ലോ, പക്ഷേ 16 ഇയേഴ്സ് മുന്നേ. പക്ഷേ ഞങ്ങൾ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അന്ന് കുറേ ഗെയിമൊക്കെ കളിച്ച് നല്ല രസമായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഇതേ ന്യൂ ഇയർ കറക്റ്റ് കൗണ്ട് ഡൗൺ ഒക്കെ ചെയ്ത് ഹാപ്പി ന്യൂ ഇയർ ആയപ്പോൾ കേക്ക് കട്ട് ചെയ്യാനുള്ള പരിപാടികളാണ് കേട്ടോ. ഇത് ഫ്രൂട്ട് കേക്കാണ്, ഞങ്ങളുടെ എല്ലാവരെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്രൂട്ട് കേക്ക്. സോ ബർത്ത്ഡേ കുട്ടിക്കുള്ള കേക്ക് കട്ടിംഗ് ആണ് കേട്ടോ. ഇനിയാണ് എൻ്റെ ഗിഫ്റ്റ്. സത്യം പറഞ്ഞാൽ രമേശേട്ടനേക്കാളും ഹാപ്പി ഞാനാണെന്ന് തോന്നുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലേ, ആദ്യമായി പൊളിയാത്തൊരു സർപ്രൈസ് കൊടുക്കാൻ പറ്റിയതിൻ്റെ എല്ലാവിധ സന്തോഷങ്ങളും എൻ്റെ മുഖത്ത് നിങ്ങൾക്ക് കാണാം കേട്ടോ. അല്ലേ, ഇത് രമേശേട്ടനാണോ ഞാനാണോ ഇതിൽ സർപ്രൈസ് ആയിരിക്കണമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. സന്തോഷമായിട്ടുള്ളതെന്ന് ചോദിച്ചാൽ, കാരണം കുറേ അങ്ങനെ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല, പക്ഷേ എന്നാൽ കൊടുക്കണം എന്ന് വിചാരിച്ച് സക്സസ് ആയത്. സാധാരണ ഞാൻ വൻ പ്ലാനൊക്കെ ചെയ്തത് വൻ ഫ്ലോപ്പ് ആവാറുണ്ടേ, അതുകൊണ്ടുള്ള സന്തോഷം. അപ്പോൾ എന്തായാലും വാച്ച് ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു. ഈ പറഞ്ഞ പോലെ സ്ട്രാപ്പിൻ്റെ ആ ഒരു ഇത് ഉറപ്പായിട്ടും എനിക്ക് അറിയാമായിരുന്നു, പക്ഷേ എന്നാലും അത് മാറ്റാൻ പറ്റും എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ട് പോയി മാറ്റി. പിന്നെ സൂപ്പർ ഡ്രൈ സത്യം പറഞ്ഞാൽ കൂടുതൽ ഇഷ്ടപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം, കാരണം സൂപ്പർ ഡ്രൈ ഫാനാണ് ആൾ. അപ്പോൾ അതുകൊണ്ട് സൂപ്പർ ഡ്രൈ അതും ഇഷ്ടമായി. പിന്നെ കുഞ്ഞു മക്കളുടെ ഗിഫ്റ്റുകളാണല്ലോ, അത് പിന്നെ പറയണ്ട, അതിനോളം ഇഷ്ടം പിന്നെ വേറെ ഒന്നും വരില്ല അല്ലേ. മിത്തു ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 2 മാസമായിട്ട് മിത്തു ചെയ്യുന്ന ഒരു ഹാർഡ് വർക്കാണ് കേട്ടോ. പെയിൻറ്റിങ് ആയാലും അതേപോലെ തന്നെ മിത്തുവിൻ്റെ ഗിഫ്റ്റ് ഞാനിതിൽ ശരിക്കും കാണിച്ചിട്ടില്ല, അത് കുറേ കാണിക്കാനുണ്ട്. അപ്പം ഞാൻ വിചാരിക്കുന്ന ഒരു ഷോർട്സായിട്ട് അത് കാണിച്ചാലോ, എന്താ നിങ്ങളുടെ അഭിപ്രായം പറയുക? കാരണം അത്രയും 2 വീക്സ് എടുത്ത് അവൾ ഉണ്ടാക്കിയ ഒരു കാർഡാണ്. കംപ്ലീറ്റ് ആ കാർഡ് ഫുള്ളായിട്ട് ചെയ്ത അവളാണ്. എൻ്റെ ഓരോ ചെറിയ കാര്യങ്ങൾ വരെ അവളാണ് ചെയ്തത്. അപ്പോൾ ഇതെനിക്ക് ഒരു ഷോർട്സായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. പിന്നെ മിത്തുക്കുട്ടി ഇപ്പോൾ പോർട്രേറ്റിലേക്ക് എത്തിയിട്ടില്ല ഡ്രോയിങ്ങിൻ്റെ, എന്നിട്ടും നന്നായിട്ട് തന്നെ മുഖം ആ ഒരു ഇതിൽ വന്നിട്ടുണ്ട്. പോർട്രേറ്റ് പഠിച്ചാൽ പെർഫെക്റ്റ് ആയിട്ട് വരും കേട്ടോ.
അപ്പോൾ അതിലേക്ക് എത്തിയിട്ടില്ല. അതിൻ്റെ ഇടയിൽ കുറേ ഗ്യാപ്പൊക്കെ വന്നു. പിന്നെ ആൾ കളറിങ് ഒന്നും ഒട്ടും പഠിച്ചിട്ടില്ല, പഠിക്കാൻ തുടങ്ങിയിട്ടില്ല. എന്നിട്ടും എനിക്ക് തോന്നുന്നു അതിനോട് നീതി പുലർത്തി എന്നാണ്. രംഷേട്ടൻ ഭയങ്കര സർപ്രൈസ് ചെയ്തതാണ്. മിത്തുവിൻ്റെ രംഷേട്ടൻ്റെ ഒരു പണ്ടത്തെ ഫോട്ടോ ആണ്, സെയിം ഫോട്ടോ പോലെയാണ് മിത്തു അത് വരച്ചിട്ടുള്ളത്. അത് ഫോട്ടോ ഇപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ കാണാമല്ലോ എഡിറ്റ് ചെയ്യുമ്പോൾ. അതിൽ രംഷേട്ടൻ മാത്രം കുറച്ചൊരു വ്യത്യാസമുണ്ട്. മിത്തു പക്ക സെയിം മിത്തുക്കുട്ടി തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൽ ശരിക്കും രംഷേട്ടൻ ഞെട്ടിപ്പോയി. അപ്പോൾ അത് അതിൻ്റെ ഡ്രോയിങ്ങിൻ്റെ കോഴ്സ് ചെയ്തിട്ടില്ല, എന്നിട്ടും നന്നായി ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കോഴ്സും കൂടെ ചെയ്ത് വരുമ്പോഴേക്കും പെർഫെക്റ്റ് ആവും എന്ന് വിശ്വസിക്കണം. കുറേ കാലമായിട്ട് പാവം കുറേ ഇരുന്ന് കഷ്ടപ്പെടുന്നതാണ് ശരിക്കും പറഞ്ഞാൽ മിത്തുകൂട്ടറെ ഇത്. മാധവും അതെ, അവനും ഇവിടെ വന്നിട്ട് ഉണ്ടാക്കിയ കാർഡാണ്. എനിക്ക് കൂട്ടാൻ ഒരു കാർഡും ഇല്ലാത്തതുകൊണ്ട് മാധവിൻ്റെ അതേ കാർഡും കൊടുത്തു. അങ്ങനെ എന്താ പറയുക, കുട്ടികളുടെ ഗിഫ്റ്റ് ഒരു പ്രത്യേക സന്തോഷമാണല്ലോ അല്ലേ. അപ്പോൾ അത് ഭയങ്കര ഹാപ്പി ആയിട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും ന്യൂ ഇയറും ബർത്ത്ഡേയും അടിച്ചു പൊളിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ ഉണ്ടായിട്ടുള്ള ന്യൂ ഇയർ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ കേട്ടോ. പിന്നെ കുറേ ഫോട്ടോസും ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തു, നല്ല രസമായിട്ട്. അന്ന് എല്ലാവരും ബ്ലാക്ക് ഇട്ട് നല്ല അടിപൊളിയായി എന്ന് വേണമെങ്കിൽ പറയാം. കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്, കുറച്ചേ ഞാനിവിടെ വെക്കുന്നുള്ളൂ. തൽക്കാലം ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു കേട്ടോ. വേറെ വീഡിയോ ആയിട്ട് വേറെ ദിവസം കാണാം. ബൈ.